അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാവേളയെങ്കിൽ നമുക്കൊരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സാവകാശം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, പലപ്പോഴും ക്രിസ്തീയ ജീവിതം അതേ സൗഭാഗ്യ ജീവിതം എന്നാണല്ലോ നമ്മൾ പാടുകയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ നിലകളിലൂടെ ക്രിസ്തീയ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കേണ്ടതിന് ദൈവം അതത് സമയങ്ങളിൽ തന്റെ ദാസിദാസന്മാരെ സാക്ഷ്യ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് സന്ധ്യാവേളയെങ്കിൽ നമ്മോടൊത്ത് കർത്താവിന്റെ ദാസി റീത്ത ജോയ് പഞ്ചാബിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ രാത്രികാലം കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്തദാസിലൂടെ അനുഗ്രഹീതമായ സാക്ഷ്യം കേൾക്കും മുൻപായിട്ട് കർത്താവിന്റെ ദാസിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അഭിഷിക്തി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. കർത്താവെ, അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് ഉപയോഗിക്കണമേ. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും എന്ത് ചെയ്യണമെന്ന് ദാവീദ് ചോദിച്ചതുപോലെ ആ രക്ഷയുടെ പാനപാത്രം എടുത്ത് അങ്ങേ മഹത്വീകരിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ തന്റെ ദാസി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്താവെ, ആ ദൈവസഭയെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന സഭയ കുടുംബങ്ങളെയും തന്റെ കുഞ്ഞുങ്ങളെയും കർത്താവെ, തന്റെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും സ്തോത്രത്തോടെ ഞങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കട്ടെ. ഈ രാത്രി വേളയെങ്കിൽ ഞങ്ങളോടൊത്തായിരിക്കുന്നത് തനിക്കും ഞങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ഞങ്ങളുടെ അഭിഷിക്തിയെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ സന്ധ്യാവേളയെങ്കിൽ ഉപയോഗിച്ചാട്ടെ. നന്മകളാൽ നിറച്ചനുഗ്രഹിക്കണം. പ്രാർത്ഥനയാചനയും കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയയോടെ കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ സന്ധ്യാവേളയെങ്കിൽ കർത്താവിന്റെ ദാസി ഞങ്ങളോടൊത്ത് കടന്നു വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സൂം പ്ലാറ്റ്ഫോമിലും മറ്റ് ഇതര മീഡിയകളിലൂടെയും അപ്പോൾ തന്നെ യൂട്യൂബ് ചാനലിലൂടെയും ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ ഈ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി തന്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാം. കർത്താവിന്റെ ദാസി പഞ്ചാബിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ തന്റെ ജീവിതത്തിന്റെ ബാല്യകാല അനുഭവങ്ങളും തന്റെ ജീവിതത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങളെ കുറിച്ചും ഏറെ അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പങ്കിടുവാൻ കാണുമല്ലോ. ആകയാൽ ഈ രാത്രി വേളയെങ്കിൽ കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ സാക്ഷ്യത്തിനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരവസരം സാക്ഷ്യം പറയുവാൻ ഈ സാക്ഷ്യ കൂടാരത്തിലൂടെ എന്റെ ജീവിതത്തിലും ദൈവം ഇടയാക്കിയതിനായി ആദ്യമായി ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ ഈ സാക്ഷ്യ കൂടാരത്തിന്റെ ഹോസ്റ്റായും അഡ്മിനായും ഒക്കെ കർത്തൃവേലയിലായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസിക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് റീത്താഹെ. ഞങ്ങൾ ഇവിടെ പഞ്ചാബിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങളുണ്ട്. പാസ്റ്ററുടെ പേര് പാസ്റ്റർ ജോയി മോൻ. 2 കുഞ്ഞുങ്ങൾ, എബ്ബേസ് ജോയി +1-നും എഡ്വിൻ ജോയി 7th സ്റ്റാൻഡേർഡിലും പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ഈ ദേശത്ത് സന്തോഷമായി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. ദൈവ വിളി കേട്ട് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ നിങ്ങളോട് അല്പമായി പങ്കുവയ്ക്കാം. എൻ്റെ മാതാപിതാക്കളൊക്കെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചു. അതുപോലെ ക്ഷേത്രങ്ങളൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. പക്ഷേ എൻ്റെ പിതാവ് മരണത്തോട് മല്ലടിക്കുന്ന സമയം ഒരു ദൈവദാസനിലൂടെ പ്രാർത്ഥനാ വിഷയവുമായി താൻ കടന്നു ചെല്ലുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുവാനും യേശുവിന്റെ അത്ഭുത സാക്ഷ്യങ്ങളെ കേൾക്കുവാനും ഇടയായി. അപ്രകാരം എൻ്റെ പിതാവ് അങ്ങനെ യേശുവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തന്റെ മരണകരമായ ആ ജീവിത അനുഭവത്തിൽ നിന്ന് എൻ്റെ ദൈവം വിടുവിച്ചതു മുഖാന്തരം എൻ്റെ മാതാവും പിതാവും യേശുവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ ജനനത്തിനു മുൻപ് അവർ യേശുവിനെ അറിഞ്ഞതിനാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും അവസരം നൽകി. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞു പ്രായം മുതൽ സൺഡേ സ്കൂൾ പഠിക്കാനും അതുപോലെ തന്നെ യൂത്ത് മീറ്റിങ്ങിനും അതുപോലെ സൺഡേ സ്കൂൾ ടീച്ചറായിട്ടും എല്ലാം ചർച്ചിൽ ആക്റ്റീവായ ഒരു മെമ്പറായി തീരുവാൻ
സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ ഇടയാക്കി. എന്നാൽ എന്റെ ബാല്യകാലത്തിൽ എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ എന്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹമായിരുന്നു സുവിശേഷ വേല ചെയ്യണമെന്നുള്ളത്. ഞാൻ അങ്ങനെ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർമാരെ ഭാര്യമാർ പ്രസംഗിക്കുന്നത് പോലെ എനിക്കും വചനം പ്രസംഗിക്കണമെന്ന കുഞ്ഞു പ്രായത്തിൽ എന്റെ ജീവിതത്തിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ സത്യമായി പറയട്ടെ, ഞാൻ പഠിച്ചു 10th കഴിഞ്ഞു, പ്രീ ഡിഗ്രി ഒക്കെ എത്തിയപ്പോൾ എന്റെ വിഷൻ എല്ലാം മാറി. കാരണം സുവിശേഷ വേല ചെയ്യുവാനുള്ള ഒരു താല്പര്യം എന്റെ ജീവിതത്തിൽ ഇല്ലാതെയായി. കാരണം എന്റെ കുടുംബത്തിൽ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്ന ഒരു സാഹചര്യമായിരുന്നു. എന്റെ മാതാപിതാക്കൾക്കൊക്കെ ഒത്തിരി സാമ്പത്തികങ്ങളൊന്നുമില്ല. എനിക്ക് മൂത്ത 2 ചേച്ചിമാരുണ്ട്, ഒരു സഹോദരനുണ്ട്. അവരുടെ എല്ലാം ജീവിതം നോക്കുമ്പോൾ എല്ലാവരും വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും, വചനം പഠിക്കും, ക്രിസ്തുവിന് വേണ്ടി ഞാൻ ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ അന്ന് മുതൽ ഞാനൊരു തീരുമാനമെടുത്തു, ഒരു നല്ല വിശ്വാസിയായിട്ട് ജീവിക്കണം, ഒരു നല്ല ജോലി നേടണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ കടന്നു വന്നു. കാരണം മറ്റൊന്നുമല്ല, എന്റെ 2ാമത്തെ സഹോദരൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി താൻ സമർപ്പിച്ചിറങ്ങി. താൻ ഗൾഫിലൊക്കെ നല്ല ജോലിയുള്ള ഒരാളായിരുന്നു. പക്ഷെ ദൈവ ശബ്ദം കേട്ട് താൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. പക്ഷെ തന്റെ ജീവിതത്തിൽ താൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളും ഒക്കെ കണ്ടപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സുവിശേഷ വേലയ്ക്ക് ഇല്ല എന്നുള്ള ഒരു താല്പര്യം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. കാരണം ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാനൊരു നല്ല വിശ്വാസിയായിരിക്കാം, പക്ഷെ എനിക്കൊരു ജോലി നേടണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായി എന്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എങ്കിലും ഈ ലോകപരമായ ചിന്തകളിലേക്ക് എന്റെ ജീവിതം വഴുതി വീഴുവാനായിട്ട് ഇടയായി തീർന്നു. എങ്ങനെ മുന്നേറണം എന്നറിയുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പലരും ഞങ്ങളെ ഒറ്റപ്പെടുത്തി. കാരണം എന്റെ മാതാപിതാക്കളുടെ കുടുംബങ്ങളെല്ലാം ഹിന്ദുക്കാരും അതുപോലെ മറ്റ് നാമധേയ ക്രിസ്ത്യാനികളായിരുന്നു. അവരെല്ലാം എന്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ അല്ലാതെ അവര് നിന്ദിക്കുന്ന അവസ്ഥ എന്റെ ജീവിതത്തിൽ വളരെയധികം ദുഃഖത്തിനും ഭാരത്തിനും ഒക്കെ ഇടയായി തീർന്നു. എങ്കിലും പിതാവ് പറഞ്ഞു, നാം സ്വീകരിച്ച മാർഗമാണ് സത്യമാർഗം, ആയതുകൊണ്ട് എന്ത് പ്രതികൂലം വന്നാലും പിടിച്ചു നിൽക്കണം, ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം എന്ന് എന്റെ പിതാവ് ഞങ്ങളോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ പിതാവും ഒരു നല്ല വിശ്വാസിയായിരുന്നു. ദൈവത്തിനു വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ പിതാവ്. പക്ഷെ എന്റെ പിതാവിന്റെ ഉള്ളിലും ഒരാഗ്രഹം, ഇളയ മകൾ, ഞാൻ 4ാമത്തെ മകളാണ്, ഞങ്ങൾ 4 പേരുള്ള ലാസ്റ്റ് ആണ് ഞാൻ. അപ്പൊ എന്റെ പിതാവിന് ഒരു ആഗ്രഹം, എന്നെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കണം, അവളെ ഒരു നേഴ്സ് ആക്കണം. എന്റെ പിതാവിന്റെ ആഗ്രഹവും അതായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിലെ ചിന്ത ഇതായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം, അപ്പോൾ നമ്മുടെ ഈ കഷ്ടതകളൊക്കെ മാറിക്കിട്ടും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ മാറുവാനായിട്ട് ഇടയായി തീർന്നു. കഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു നല്ല നേരത്തെന്ന് വെച്ച് നല്ല ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ കൊതിച്ചിട്ടുള്ള നാളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ചിന്ത ഇതായിരുന്നു, ഒരു ജോലി നേടിയാൽ ഇതെല്ലാം മാറിക്കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാൻ ഡിഗ്രിക്ക് വേണ്ടി അതുപോലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ എടുത്തു. അങ്ങനെ ചേർന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഏകദേശം 7-8 മാസമായി എന്റെ ജീവിതത്തിൽ താങ്ങാനാകാത്ത ഒരു പ്രതികൂലം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആ സമയം ഞാൻ എന്നെ ഏറെ സ്നേഹിച്ചിരുന്ന എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്റെ പിതാവിന് മറ്റു യാതൊരു അസുഖങ്ങളോ അങ്ങനെ കിടരോഗി ഒന്നും ആയിരുന്നില്ല. എന്റെ പിതാവ് പെട്ടെന്ന് താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്റെ പിതാവ് ഇങ്ങനെ കിടക്കയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. എന്റെ പിതാവ് അങ്ങനെ ഒത്തിരി കിടന്നില്ല, 1-2 ദിവസം ക്ഷീണിതനായിരുന്നു. അന്ന് ഞങ്ങൾ ഒരു ദേവദാസിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, പിതാവിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇപ്പോൾ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് പറഞ്ഞു. അപ്രകാരം ഞങ്ങൾ ദൈവകരങ്ങൾ പ്രിയ പിതാവിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവത്തിന്റെ ഹിതം അതായിരുന്നു, എന്റെ പിതാവിനെ ദൈവം ഈ ലോകത്തിൽ നിന്ന് എടുത്തു. ഹല്ലേലൂയ. എന്റെ എല്ലാ ആഗ്രഹങ്ങളും എന്റെ എല്ലാ പ്രതീക്ഷകളും ആ സമയത്ത് അസ്തമിച്ച ഒരു സമയമായിരുന്നു എന്റേത്. കാരണം എന്റെ 2 സഹോദരിമാരും സഹോദരനും ഒക്കെ വിവാഹം കഴിഞ്ഞ് അവർ വേറെ ഭവനങ്ങളിലായി. ആ പപ്പയുടെ മരണത്തോടുകൂടെ ഞാനും എന്റെ മാതാവും ഒറ്റയ്ക്കായി മാറി.
ഞങ്ങൾക്ക് ആശ്രയമില്ലാതെ ഞങ്ങൾ നിരാശയുടെ വക്കിൽ ഇനി മുന്നോട്ട് എങ്ങനെ, ഇനി ഒരു ജീവിതം എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നയിക്കും? എന്റെ മാതാവിനോട് ബന്ധുക്കളും എല്ലാം പറഞ്ഞു, ഇനി ഈ നിന്റെ മകളെ നീ എന്ത് ചെയ്യും, നീ ഇനി എപ്രകാരം ഇവളെ വളർത്തും എന്നുള്ള പലവിധമാകുന്ന നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും മധ്യത്തിൽ ഞങ്ങളായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അന്നല്ല എന്റെ മാതാവ് ഇപ്രകാരം പറഞ്ഞു, മോളെ നീ നിരാശപ്പെടരുത്, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പക്ഷേ എന്റെ മാതാവ് എപ്പോഴും എന്നോട് ഒരു വാക്ക് പറയും, നിന്നെ കുറിച്ച് ആര് പ്രാർത്ഥിച്ചാലും ഒരേ ഒരു ദൂതേ പറയത്തുള്ളൂ, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ നീ തീരുമാനമെടുത്താൽ ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാകും. അന്ന് ഞാൻ എന്റെ മാതാവിനോട് പറഞ്ഞു, അത് ഒരിക്കലും സാധ്യമല്ല. ഞാൻ വളരെ സ്നേഹിച്ച എന്റെ പിതാവിനെ ദൈവം എടുത്തു, ഇനി ഞാൻ ഒട്ടും സുവിശേഷ വേലയ്ക്ക് ഇല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് എന്റെ ജീവിതം മാറിപ്പോയി. വളരെ ദുഃഖത്തോടെ, വളരെ നിരാശയോടെ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നവളാണ്, ഞാൻ ദൈവസന്നിധിയിൽ കടന്നുപോയി എല്ലാം ആക്റ്റീവായി ചെയ്യുന്നവളാണ്. പക്ഷേ എന്റെ പപ്പായുടെ വേർപാട് ഞങ്ങളെ തീരാ ദുഃഖത്തിലാഴ്ത്തി. എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഭാരപ്പെട്ട് വേദനപ്പെട്ട നിമിഷങ്ങളിൽ ഇനി ജീവിക്കണ്ട എന്ന് വെച്ച്, ഹല്ലേലൂയ, ഞാൻ വാസ്തവമായി നിങ്ങളോട് പറയുന്നു, ഞാൻ ഒരു ലെറ്റർ വരെ എഴുതി, ഇനി ജീവിക്കണ്ട, ആത്മഹത്യയുടെ വഴിയിലേക്ക് എന്റെ ജീവിതം ഞാൻ തള്ളിവിട്ടു. കാരണം അത്രത്തോളം മടുത്തു. ചുറ്റുപാടുകൾ ഞങ്ങളെ നിന്ദിച്ചു, എല്ലാവരും ഞങ്ങളെ വെറുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയം എന്റെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ കഴിയാതെ, അന്നത്തെ കാലഘട്ടത്തിൽ വെറും 600 രൂപ ഫീസ് അടയ്ക്കുവാൻ കഴിയാതെ എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അങ്ങനെ എന്റെ പഠനവും അവിടെ നിന്നുപോയി. അങ്ങനെ എന്റെ ജീവിതം വളരെ നിരാശയുടെ ഘട്ടത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി. ഞാൻ അതുപോലെ ഭവനത്തിലിരുന്ന് ട്യൂഷൻ എടുത്തും അതുപോലെ തയ്യലൊക്കെ ചെയ്ത് ഞാൻ അതുപോലെ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നു. ഞാൻ അത് പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മാതാവ് എന്നോട് എപ്പോഴും പറയും, മകളെ നീ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്ക്, ഈ വേദനകളും കഷ്ടതകളെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. അന്ന് യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ കഴിയാതെ ഞാൻ എന്റെ ജീവിതം അങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ ഇവിടം വരെ ഇന്ന് വരെ എത്തിയത് എന്റെ മാതാവിന്റെ കണ്ണുനീര് മാത്രമാണ്. ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ, ഹല്ലേലൂയ, 12-1 മണി സമയമാകുമ്പോൾ എന്റെ മാതാവ് ഞാൻ കിടക്കുന്ന കട്ടിലിന് താഴെ മുട്ടിന്മേൽ ഇരുന്ന് ദൈവത്തോട് വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചകൾ കണ്ട് ഞാൻ പലപ്പോഴും ഉണരാറുണ്ട്. എന്നിട്ടും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ കഴിയാത്തവളായി മനസ്സ് ഹൃദയം കഠിനപ്പെട്ട് ഞാൻ മുന്നോട്ട് ജീവിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒരു ലെറ്റർ ഞാൻ എഴുതി, ഇനി എനിക്ക് ജീവിക്കണ്ട. പക്ഷെ ഞാൻ അത് എഴുതി ഫോൾഡ് ചെയ്യുമ്പോൾ എന്റെ മാതാവിന് പഠിത്തമില്ല, പക്ഷേ എന്റെ അമ്മ എന്റെ പുറകിൽ നിന്ന് വാവിട്ട് കരയുന്നുണ്ട്. അന്ന് ഞാൻ അത് അവിടെ വെച്ചിട്ട് ഞാൻ ഒരു റൂമിൽ കയറി ഏകദേശം 3 മണിക്കൂറോളം ഞാനും ദൈവവുമായിട്ട് ഹല്ലേലൂയ വാദിക്കാൻ തുടങ്ങി. ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻ ദൈവത്തോട് ചോദിച്ചു. അന്ന് ദൈവം എന്നെ ബലപ്പെടുത്തി. ദൈവം എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ ഞാൻ എനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ആ ദൈവിക ശബ്ദം എന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് പഠിക്കാൻ കഴിയത്തില്ല. മാതാവ് പറഞ്ഞു, എന്റെ സഹോദരനോട് പറഞ്ഞു, ഇവളെ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചയക്കണം. അങ്ങനെ ഞങ്ങളിങ്ങനെ എന്റെ കുടുംബ ഒത്തിരി പേർ ഇങ്ങനെ വിവാഹാലോചനകളൊക്കെ വന്നു. പക്ഷെ ഒന്നും നടക്കത്തില്ല. അവര് വാക്കുറപ്പിക്കും, എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവർ മാറിപ്പോകും. ഒത്തിരി സാമ്പത്തികമൊന്നും ഞങ്ങൾക്ക് അന്നില്ലായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ പറയട്ടെ, 2005 ഒരു ഡിസംബർ മാസം ഞങ്ങളുടെ ചർച്ചിൽ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാനും വളരെ തീരുമാനത്തോടുകൂടി ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ഞാൻ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത മാറ്റമാ പറയുന്നേ. 3-ാമത്തെ ദിവസം ഒരു കർത്തൃദാസന് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിനിടയിൽ ഇപ്രകാരം ഒരു ദൂത് വിളിച്ചു പറഞ്ഞു, ഈ ചർച്ചിനകത്ത് ഒരു പെൺകുട്ടിയെ കർത്താവ് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ദൈവം എന്നെ കാണിക്കുന്നു. ആ പൈതൽ എഴുന്നേൽക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രവചനമല്ലേ, ഒത്തിരി സഹോദരിമാർ എഴുന്നേറ്റു. പക്ഷെ ഞാൻ മാത്രം ബൈബിളിൽ നോക്കി കുനിഞ്ഞ് ഇങ്ങനെ ഒരേ ഇരിപ്പിലിരുന്നു.
എന്നാൽ ഈ ദൈവദാസൻ 3 വട്ടം ഈ ദൂത് ആവർത്തിച്ചു. മൂന്നാമത്തെ വട്ടം എനിക്കറിയത്തില്ല, എന്നെ ആരോ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ ഞാൻ ആ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് ഇടയായി. അന്ന് ആ ദൈവദാസൻ എന്നോട് ഇപ്രകാരം ഒരു ദൂതായി വിളിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവിന് വേണ്ടിയുള്ളവളാണ്. നീ ഇനി എന്ത് പണിക്ക് പോയാലും അത് ഒരിക്കലും വിജയത്തിലെത്തത്തില്ല. പക്ഷെ ദൈവം നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് സമർപ്പിക്കുകയാണെങ്കിൽ ഒരു ദൈവ പ്രവൃത്തി, ഇതുവരെയും നടക്കാത്ത ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരും. അന്ന് ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. എനിക്ക് മനസ്സിലായി ഇനി കർത്താവിനെ വിട്ട് ഓടിപ്പോകാൻ കഴിയത്തില്ല. അന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചു. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം എന്നോട് ഒരു ആലോചന പറഞ്ഞു. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞായറാഴ്ച നീ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ഒരു അത്ഭുതം നടക്കുമെന്ന് പറയുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. പ്രിയരെ, ഞങ്ങൾ കത്രിമേശയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭവനത്തിൽ പോയി. ഹല്ലേലൂയ. ഞങ്ങൾ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന പാസ്റ്റർ ജോയ് മോൻ പഞ്ചാബിൽ നിന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എന്റെ മാതാവിന് ആദ്യമേ ദൈവം ഒരു ദർശനം കൊടുത്തിരുന്നു. എന്റെ മാതാവ് അത് പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ ഹല്ലേലൂയ വിവാഹം കഴിച്ച ആ പയ്യൻ വന്ന ആ ഷർട്ട് വരെ എന്റെ മാതാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ട ഉടനെ പറഞ്ഞു എന്റെ സഹോദരനോട്, മോനെ, ഇതാണ് ദൈവം എനിക്ക് കാണിച്ചു നൽകിയ മകൻ. പ്രൈസ് ദി ലോർഡ്. അന്ന് എനിക്ക് മനസ്സിലായി ഇത് ദൈവിക ആലോചനയാണ്, ഇത് ദൈവത്താൽ വന്നതാണ്. ഹല്ലേലൂയ. പ്രിയരെ, പറയട്ടെ, ആ ദൈവദാസൻ ഭവനത്തിൽ വന്നു. എന്റെ പേരൊന്നും എന്നോട് ആദ്യം ചോദിച്ചില്ല. എന്നോട് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. നിനക്ക് നോർത്ത് ഇന്ത്യക്ക് വരാൻ താല്പര്യമുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പട്ടിണി കിടക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഈ 2 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ ചിരിച്ചു. കാരണം മാതാവ് എങ്ങനെയായാലും ആഹാരം തന്നിരുന്നു. അതുകൊണ്ട് പട്ടിണിയുടെ വില എനിക്ക് അറിയത്തില്ല. ഞാൻ അന്ന് ചിരിച്ചു കളഞ്ഞു. ഈ സമയത്ത് ആരാ പട്ടിണി കിടക്കുന്ന എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ തമാശയായിട്ട് അതങ്ങ് എടുത്തു. ഞാൻ എല്ലാം സമ്മതിച്ചു, ഓക്കെ പറഞ്ഞു. ആ ദൈവദാസൻ പറഞ്ഞതുപോലെ 2006 ഏപ്രിൽ 20 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇതായിരുന്നു. വിവാഹമെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ വളരെ സന്തോഷമായിരിക്കും, സുവിശേഷ വേലയല്ലേ, സന്തോഷകരമായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടെ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഹല്ലേലൂയ. യാത്ര മധ്യേ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, 10ാം ക്ലാസ്സിൽ ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഹിന്ദി പഠിച്ചത്. എനിക്ക് ഹിന്ദി അറിയത്തില്ല, മറ്റുള്ളവരോട് സംസാരിക്കാം. ഹല്ലേലൂയ. ചിലരുടെ പേര് കേൾക്കാൻ മാത്രം അറിയാം, അല്ലാതെ ഭാഷ എനിക്ക് ഒട്ടും അറിയത്തില്ല. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ എറണാകുളം എത്തിയപ്പോൾ പ്രിയ ദൈവദാസൻ രോഗിയായി മാറി. ഹല്ലേലൂയ. സംസാരിക്കത്തില്ല. തന്റെ ശരീരം മുഴുവനും തളർന്ന അവസ്ഥയിൽ ആ ട്രെയിനിനകത്തായി. ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചു, ഇതിനാണോ കർത്താവെ നീ എന്നെ വിളിച്ച് വേർതിരിച്ചത്? കാരണം ഭാഷ അറിയത്തില്ല, ആരോടും ഒന്ന് സംസാരിക്കാൻ കഴിയത്തില്ല, 3 ദിവസത്തെ യാത്ര ചെയ്യണം, എവിടെയാ എങ്ങനെയാ ഒന്നും അറിയത്തില്ല. 3 ദിവസം ഒരേ കിടപ്പിൽ ദൈവദാസൻ ആ ട്രെയിനിനകത്ത് കിടക്കുന്ന അനുഭവം ഞാൻ കണ്ടു. ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, നിന്റെ വാക്ക് കേട്ടിട്ടാ ഞാൻ ഇറങ്ങിയത്, എന്നെ ലജ്ജിപ്പിക്കരുതേ. ഞങ്ങൾ ചണ്ഡീഗഡിൽ വന്നിറങ്ങുമ്പോൾ 4 ദൈവദാസന്മാർ കൂടെ തന്നെ എടുത്തുകൊണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നെ ഒരു കാറിനകത്ത് അവര് ഡോറെല്ലാം ബന്ദ് ചെയ്തിട്ട് അവർ പോയി. പലരും എന്നെ വന്ന് നോക്കുന്നുണ്ട്, ഈ കുട്ടി എന്തിനാ മണിക്കൂറുകളായി ഇതിനകത്തിരിക്കുന്നേ? ഞാൻ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുക, എന്നോട് ആരും ഒന്നും ചോദിക്കരുതേ, കാരണം മറുപടി പറയാൻ എനിക്ക് അറിയത്തില്ല. അന്ന് ഞാനും ദൈവവുമായിട്ട് സംസാരിച്ചു. കർത്താവ് എനിക്ക് അവിടെ ബലം നൽകി. പ്രൈസ് ദി ലോർഡ്. എന്റെ സത്യം പറഞ്ഞാൽ പ്രിയ ദൈവദാസനെ ദൈവം അങ്ങോട്ട് പോയി എടുത്തുകൊണ്ടുപോയി. എന്നാൽ തിരിച്ച് താൻ നടന്നു വരുന്ന കാഴ്ചയുമായി ഹല്ലേലൂയ ദൈവം എന്നെ അത്ഭുതകരമായി അവിടെ നടത്തി. പ്രിയരെ, ഞാൻ ഈ പഞ്ചാബിൽ വന്നിട്ട് ഏകദേശം 3 മാസത്തോളം ഞാൻ ഒളിച്ച് താമസിച്ചു. കാരണം ഹിന്ദി ഒട്ടും അറിയത്തില്ല. ഇവിടെ പഞ്ചാബിയാ കൂടുതൽ സംസാരിക്കുന്നേ. അവർ എന്ത് പറഞ്ഞാലും ഞാൻ ഒരു വാക്ക് പറയും, ആഞ്ചി ആഞ്ചി, ഇത് മാത്രമേ എനിക്ക് അറിയാവൂ പറയാൻ. അന്ന് എന്റെ പാസ്റ്ററോട് ഇപ്രകാരം ഇവർ പറയുവാനിടയായി, ഈ കൊച്ചിനെ എന്താ ഒന്നും അറിയത്തില്ലയോ, അവർക്കറിയത്തില്ലല്ലോ ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാണെന്ന്. എന്നാൽ പ്രിയരെ, ഞാൻ പറയട്ടെ, 3 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, മലയാളം ബൈബിളും ഹിന്ദി ബൈബിളും വെച്ച് പഠിക്കാം, അപ്പോൾ ഇത് മനസ്സിലാകുമായിരിക്കും. അങ്ങനെ ഞാൻ ട്രൈ ചെയ്താണ് ഈ ദേശത്ത് ഞാൻ ഹിന്ദി പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ ഇന്ന് ഹിന്ദിയിൽ പ്രസംഗിക്കാനും
വർഷിപ്പ് ചെയ്യാനൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ പുകഴ്ച പറയുന്നതല്ല. എന്റെ കർത്താവിന് ഒരു വ്യക്തിയെ ഉപയോഗിക്കണമെങ്കിൽ അവൻ ഏത് ദേശത്തും നമ്മെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഈ ദേശത്ത് വന്നപ്പോൾ തന്നെ പ്രിയ ദൈവദാസൻ ഇപ്രകാരം എന്നോട് പറഞ്ഞു, ഈ കുറാളി എന്ന പട്ടണത്തിൽ നിൽക്കണമെങ്കിൽ ഒത്തിരി കഷ്ടതകൾ സഹിക്കേണ്ടിയുണ്ട്. കാരണം 5 വർഷം കൊണ്ട് താൻ ഒറ്റയ്ക്ക് ഈ ദേശത്ത് പിശാചിനോട് പോരാടുന്ന അനുഭവങ്ങളൊക്കെ പറഞ്ഞു. 2 പ്രാവശ്യം പാസ്റ്റർ പാരലൈസ് ആയി, ഒരു സൈഡ് തളർന്ന് കിടപ്പിലായി. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ നാവിൽ നിന്ന് ശബ്ദം പുറത്തു വരാതെയായി. അങ്ങനെ ഒത്തിരി പ്രതികൂലത്തിന്റെ നടുവിൽ താൻ കടന്നുപോയ അനുഭവങ്ങൾ പറഞ്ഞു. പ്രിയരെ പറയട്ടെ, എന്നെ വിവാഹം കഴിച്ച് ഞാൻ ഇവിടെ എത്തിയപ്പോൾ പിശാച് എന്നോടായിരുന്നു അടുത്ത യുദ്ധം. ഞാൻ 18ാമത്തെ ദിവസം മുതൽ രോഗിയായി മാറി. ഡിസ്ക് കംപ്ലൈന്റ് ആയി, എഴുന്നേൽക്കത്തില്ല, ബെഡിൽ ഒരേ കിടപ്പായിരുന്നു. അന്ന് ഇപ്രകാരം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇങ്ങനെ കിടക്കാനല്ല കർത്താവേ, എനിക്ക് ഈ ദേശത്ത് അങ്ങയുടെ വേല ചെയ്യണം. അങ്ങനെ ഒരു ദൈവദാസനെ ഞങ്ങളുടെ ഭവനത്തിൽ കൂട്ടിവരുത്തി. ആ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, ചില തീച്ചൂളയിലൂടെയും ചില കഷ്ടതയിലൂടെയൊക്കെ നീ കടന്നു പോകും. അതിന് മറ്റൊന്നിനുമല്ല, ഈ ദേശത്തിലെ ജീവിതങ്ങളെ കുറിച്ച് നിനക്ക് മനസ്സിലാകാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നിന്നെ കടത്തിവിടും. അപ്രകാരം ഞാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. പ്രിയരെ പറയട്ടെ, ഈ ദേശത്ത് വന്നു ഒത്തിരി കഷ്ടതകൾ. ആ ദൈവദാസൻ അന്ന് പറഞ്ഞ പോലെ പട്ടിണിയുടെ അനുഭവം, എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നു. അന്ന് ഞാൻ ഇപ്രകാരം ദൈവത്തോട് പറഞ്ഞു, ഞാൻ 300ഓളം പേർ ആരാധിച്ചിരുന്ന ഒരു ചർച്ചിൽ നിന്നാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ വെറും 3 പേർ മാത്രം. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. കർത്താവേ, എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപ തരണമേ. ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ടിട്ടാണ് ഇറങ്ങിയത്. അപ്രകാരം ദൈവം എന്നെ ബലപ്പെടുത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ. വളരെ നിരാശയോടുകൂടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് അവിടെയെല്ലാം ധൈര്യം നൽകി, ബലം നൽകി, ഞങ്ങളെ ധൈര്യപ്പെടുത്തി. പലപ്പോഴും ഞാനും ദൈവദാസനും ഞങ്ങൾക്കൊരു സിലിണ്ടർ ഉണ്ട്, അതിൽ ഞങ്ങൾ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവെ, ഇതിന്ന് തീരല്ലേ, ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിയത്തില്ല. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പിറ്റേ ദിവസം 9 മണി വരെ ഇത് ചലിച്ചിട്ടുണ്ട്. എല്ലാം എന്റെ കർത്താവിന്റെ കൃപയാൽ. ഹല്ലേലൂയ. ഒരു അല്പം ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം പിടിച്ചു നിന്നത് കാരണം ഇന്ന് വരെയും ദൈവം ഈ ദേശത്ത് നിലനിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് തലമുറ ലഭിക്കത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അന്ന് ഞാനും പ്രിയ ദൈവദാസനും ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്കൊരാൺ തലമുറയെ അങ്ങ് തരികയാണെങ്കിൽ ആദ്യ ഫലം ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി അവനെ പൂർണ്ണമായി ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ പിറ്റേ വർഷം സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞങ്ങൾക്കൊരാൺ തലമുറയെ ദൈവം ദാനമായി തന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുഞ്ഞിനെ, ഹല്ലേലൂയ, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും റോഡേ ഇങ്ങനെ നടന്നു പോകുന്നു. ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല, ഞങ്ങൾ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ റോഡേ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓറഞ്ചും ആപ്പിളൊക്കെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സ്, ഞാൻ പാസ്റ്ററോട് പറയത്തില്ല, ഭയങ്കര ആഗ്രഹം ഇതിൽ നിന്ന് ഒരെണ്ണം കഴിക്കാൻ. പക്ഷേ ഹല്ലേലൂയ, പാസ്റ്റർ എന്റെ മുഖത്ത് നോക്കിയിട്ട് പാസ്റ്റർക്ക് അറിയാം, ഇന്ന് എന്റെ കരത്തിൽ ഒന്നുമില്ല എന്ന് പറയും. ഞാൻ പറയും സാരമില്ല. അങ്ങനെ ജീവിതം ഞങ്ങൾ തള്ളി നീക്കിയ നാളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ ഭവനത്തിൽ വന്നിട്ട് 1 രൂപയൊക്കെ അങ്ങനെ തെരഞ്ഞു പിടിച്ച് 5 രൂപ എടുത്തിട്ട് ഒരു ദിവസം ഒരു അങ്കിളിന്റെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കൊരു ഓറഞ്ച് വേണം. ഹല്ലേലൂയ. അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഇത്രയൊന്നും ത്യാഗം സഹിക്കേണ്ട. ഹല്ലേലൂയ. പുള്ളിക്കാരൻ അറിയാം ഞാൻ പറയാത്തതാണെന്നുള്ളത്. ഹല്ലേലൂയ. അവിടെയും കഷ്ടതയുടെ നടുവിലും തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും കർത്താവിനെ കൈവിടാതെ വണ്ണം ഹല്ലേലൂയ പിൻപറ്റിയത് കാരണം എന്റെ ദൈവം ഞങ്ങളെ മാനിക്കുവാനായിട്ട് ഇടയായും. ഹല്ലേലൂയ. 2007 ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയം, ഹല്ലേലൂയ, നേഴ്സുമാർ എനിക്കൊരു ട്രിപ്പ് നൽകി. ആ ഡെലിവറി സമയമായിരുന്നു അത്. പക്ഷെ ആ നേഴ്സുമാർക്ക് എങ്ങനെയോ മരുന്ന് മാറിയിട്ട് അവർ എന്റെ ശരീരത്തിൽ അത് കുത്തിവെക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ഒരല്പ ചലനം മാത്രം, എന്റെ ശരീരത്തിന്റെ ചലനമെല്ലാം നഷ്ടപ്പെട്ടു. ഈ മരുന്ന് മാറിയത് കാരണം പെട്ടെന്ന്, ഹല്ലേലൂയ, എന്റെ ഹസ്ബൻഡും എന്റെ സഹോദരനും ഒക്കെ പുറത്തു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവര്, ഹല്ലേലൂയ, അവരുടെ ഉള്ളിൽ ഇപ്രകാരം പറയുന്നു, അവൾ ഇന്ന് മരിച്ചു പോകും. പക്ഷെ അവർ ആ മുറ്റത്ത് തന്നെ മുഴങ്കാലിന്മേൽ നിലവിളിക്കുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി.
സാധാരണയായി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടം വന്നാൽ ദൈവാത്മാവ് അവർക്കത് വെളിപ്പെടുത്തി കൊടുക്കും. അപ്രകാരം ഞാൻ മരണത്തോട് ആ ഹോസ്പിറ്റലിനകത്ത് മല്ലടിക്കുമ്പോൾ ഒരു ഡോക്ടർ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കരമെടുത്തൊന്ന് ആംഗ്യം കാണിക്കാൻ കഴിയുന്നില്ല, ഒരു ചെറിയ ഒരു അനക്കം മാത്രമേ എന്റെ ശരീരത്തിലുള്ളൂ. അവർ നോക്കുമ്പോൾ എന്റെ മരുന്ന് മാറിക്കിടക്കുന്നു. ആ ഡോക്ടർ വേഗം ചെന്ന് 2 ട്രിപ്പ് അതിനെതിരായി ചെയ്തപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ ശരീരം സാധാരണ നിലയിലെത്തി. അവിടെയും എന്റെ തലമുറയെ തരത്തില്ലെന്ന് പിശാച് വാദിച്ചു. ഹല്ലേലൂയ. എന്നാൽ ആ ഹോസ്പിറ്റലിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനായിട്ട് ഇടയായി തീർന്നു. അത് മാത്രമല്ല, ഞാനിങ്ങനെ ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ സമയം നമുക്ക് കുഞ്ഞിനെ കാണിച്ചു തരുമല്ലോ, ഞാൻ കണ്ട അവന്റെ ശരീരം മുഴുവനും നല്ല രോമം കൊണ്ട് നിറഞ്ഞ നല്ല ഒരു ആൺകുഞ്ഞ്. ഹല്ലേലൂയ. പക്ഷേ അന്ന് ആ SIT ഹോസ്പിറ്റലിൽ 100ാമത്തെ ഡെലിവറി ആയിരുന്നു എന്റേത്. പക്ഷെ അവർ എന്നെ മാറ്റിയിട്ട് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്റെ കുഞ്ഞല്ല എന്ന് പറയാനിടയാ. അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് അവരെന്നോട് ചോദിച്ചു. അവർ പെട്ടെന്ന് എന്റെ കൈ പിടിച്ചു നോക്കുമ്പോൾ ശരിയാ, എന്റേത് 100ാമത്തെ നമ്പരും കുഞ്ഞിൻ്റെത് 99 അവർ അടിച്ചിരിക്കുന്നത്. അവർ വേഗം അവിടെ എല്ലാം ചെന്ന് നോക്കിയപ്പോൾ ശരിയാ, നമ്പർ മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അന്നും പിശാച് ഞങ്ങൾക്ക് ഈ തലമുറയെ തരത്തില്ലെന്ന് അവനെ മാറ്റിക്കളയുവാൻ ആ ഹോസ്പിറ്റലിൽ ശ്രമിച്ചു. പക്ഷേ അവിടെയും ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മരണകരമായ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അന്ന് ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ടു. പക്ഷേ ദൈവം ജീവനെ മടക്കി തന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചത് മുതൽ അവൻ 1 മാറി രോഗി, 2 പ്രാവശ്യം അവൻ ഓപ്പറേഷന് വിധേയനാക്കി. അതുപോലെ അവൻ UKG പഠിക്കുമ്പോൾ ആ സമയം ഞങ്ങൾക്ക് 2ാമത്തെ ഒരു കുഞ്ഞുണ്ടായി. അവന് ഹല്ലേലൂയ വെറും 2.5 മാസം പ്രായമുള്ളപ്പോൾ തന്നെ ഞാൻ പഞ്ചാബിലേക്ക് മടങ്ങി വന്നു. ആ സമയം എന്റെ മൂത്ത കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു, UKG. പെട്ടെന്ന് അവൻ അസ്വസ്ഥനായിട്ട് മടങ്ങി വന്നു. എന്താ മോനെ ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് അവനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ രാത്രി തന്നെ അവന്റെ കണ്ണെല്ലാം അടഞ്ഞിട്ട് അവന്റെ ശരീരം മുഴുവനും നീരായിട്ട് മാറുവാനായിട്ട് ഇടയായി. ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അവന്റെ ഹല്ലേലൂയ കൗണ്ടിങ് 20,000-ന് താഴേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു, എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ഹല്ലേലൂയ. വാസ്തവമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ന് ഞങ്ങളുടെ കരത്തിൽ 1 രൂപയും എടുക്കാനില്ല. ഒരു വിശ്വാസിയുടെ കയ്യിൽ നിന്ന് 500 രൂപ കടം വാങ്ങി. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു ബൈക്ക് ലഭിച്ചു. ആ ബൈക്കിൽ കുഞ്ഞിനെ നടുക്ക് വേറൊരു വിശ്വാസിയുടെ മടിയിൽ കിടത്തി ഏകദേശം 25 കിലോമീറ്ററോളം ദൈവദാസൻ എങ്ങനെ വണ്ടി ഓടിച്ചെന്ന് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ഇനി ലഭിക്കത്തില്ല, കാരണം ഇവന്റെ കൗണ്ടിങ് 16,000 തീർന്നിരിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് അവിടെ ഒരു ഫയൽ എടുക്കണമെങ്കിൽ 750 രൂപ അടയ്ക്കണം. അതും ഞങ്ങളുടെ കരത്തിലില്ല. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ഇളയ കുഞ്ഞും വീട്ടില അന്ന് സ്വന്തം മാതാവിന് പകരം ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ വൈഫിനെ ദൈവം ആ ഹോസ്പിറ്റലിൽ കരുതിയിരുന്നു, ഒരു നേഴ്സായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ മിഷണറി എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗത്തിൽ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്രകാരം ദൈവദാസൻ എന്നെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മോൻ മരണത്തോട് മല്ലടിക്കുന്നവൻ ICUവിലാണ്, 5 ദിവസമായി കണ്ണു തുറക്കുന്നില്ല, ഡോക്ടർമാരെല്ലാം പറയുന്നു ഇവനെ നിങ്ങൾ തിരിച്ചു ലഭിക്കത്തില്ല. ഈ പ്രിയ ദൈവദാസൻ കാണുന്നു ഇവന്റെ അരികിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മരിച്ചെടുത്തു കൊണ്ടുപോകുന്ന കാഴ്ച. ആ സമയം ഞാൻ ഇപ്രകാരം ഒരു ശനിയാഴ്ച രാത്രി ഹല്ലേലൂയ എല്ലാ ദൈവമക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിതുപോലെ സീരിയസ് ആയ ഹോസ്പിറ്റലിലാണ്. എന്നിട്ട് രാത്രി ഞങ്ങൾ മുഴങ്കാലിന്മേൽ അവിടവിടങ്ങളിലായി ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ആ ദൈവത്തിന്റെ കരുണ കൊണ്ടാകാം ആ ദൈവശക്തി ഞങ്ങൾ കിടന്ന കുഞ്ഞിന്റെ അരികിലേക്ക് ദൈവം ഇറങ്ങിച്ചെന്നു. അവനെ ശരീരം മൊത്തം മിഷനെല്ലാം കടിപ്പിച്ച് അവനെ കിടത്തിയിരിക്കുന്നു. അവന്റെ കയ്യിൽ സൂചിയെല്ലാം കടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ വീഴാൻ ഒരു ചാൻസും ഇല്ല ആ ബെഡിൽ നിന്ന്. ആ ദൈവശക്തി അവന്റെ മേൽ ഇറങ്ങിയതാകാം, അവൻ എങ്ങനെയോ നിലത്തേക്ക് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? അവർ ഓടി വരുമ്പോൾ അവന്റെ ശരീരത്തിലെ ഒരു സൂചി പോലും അനങ്ങിയിട്ടില്ല. പക്ഷെ അന്ന് രാത്രി ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം വിടുവിച്ചു. അവൻ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, പപ്പ എന്റെ കണ്ണു തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം അന്ന് രാത്രിയിൽ കേൾക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ അവന്റെ ജീവനെ ദൈവം ഞങ്ങൾക്ക് മടക്കി തന്നു.
പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും ദൈവം ഇന്നയോളം നടത്തി. അവൻ അറിയാറായ സമയം മുതൽ ഞങ്ങൾ അവനോട് പറയാറുണ്ട്, മോനെ നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാ പഠിക്കുന്നത്, എത്ര വേണമെങ്കിലും പഠിച്ചോ, പക്ഷേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിന്നെ ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് വരെയും അവൻ എതിര് പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു അവനെ ദൈവം ഒരു സാക്ഷിയാക്കി മാറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ഡെലിവറി സമയത്തും ഹല്ലേലൂയ ഞാൻ വളരെയധികം മരണം, അന്ന് മരിച്ചു എന്ന് ഡോക്ടർമാർ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. അതും ഒരു നേഴ്സിന്റെ കൈപ്പിഴയാൽ ഹല്ലേലൂയ എന്റെ യൂട്രസ് ഹല്ലേലൂയ രണ്ടായിട്ട് മാറാനിടയായി തീർന്നു. ഹല്ലേലൂയ. ബ്ലീഡിങ്, നിലയ്ക്കാത്ത ബ്ലീഡിങ്, 6 മണിക്കൂറോളം ബ്ലീഡിങ്. അന്ന് ഹസ്ബൻഡിനെ ഡോക്ടർ അകത്തേക്ക് ഡെലിവറി റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇവളെ നിങ്ങൾക്ക് കിട്ടത്തില്ല, കാരണം എത്രയും വേഗം ആംബുലൻസിൽ ഇവളെ വേറെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ കൊണ്ടുപോയിക്കോ, ഇവളെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. എന്റെ ഹസ്ബൻഡും എന്റെ ആ സഹോദരനും മറ്റു ദൈവദാസന്മാരും അന്നും ഇതുപോലെ അവർ നിലവിളിച്ചു, കർത്താവേ ഇവൾ അങ്ങയുടെ വേല ചെയ്യേണ്ടുന്നവളാണ്, ഇവളുടെ ശരീരത്തിൽ പിശാചിന് ഒരു അധികാരവുമില്ല. 6 മണിക്കൂർ കഴിയുമ്പോൾ ദൈവം അവിടെയും എന്നെ വിടുവിപ്പാനായിട്ട് ഇടയായി. 23 സ്റ്റിച്ച് ചെയ്താണ് അവർ ഈ യൂട്രസ് ഒന്ന് നേരെയാക്കിയെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ കരുണ എത്ര പറഞ്ഞാലും, അത്ഭുതങ്ങൾ എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. അങ്ങനെ ജീവിതം എന്തെന്നും ജീവിത സാഹചര്യങ്ങൾ എന്തെന്നും ദൈവം എന്നെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ കഷ്ടതകളിലെല്ലാം ഞാൻ ദൈവത്തോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവെ ഞാൻ ഇനി എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടത്? പക്ഷെ അവിടെയെല്ലാം ദൈവം ധൈര്യം നൽകി, ബലം നൽകി. ദൈവം എന്നെ അത്ഭുതകരമായി ദൈവം എന്നെ നടത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്രകാരം ഞങ്ങൾ സന്തോഷത്തോടുകൂടെ ഈ ദേശത്ത് കർത്താവിന്റെ വേല ഞങ്ങൾ സന്തോഷമായി ചെയ്തു വരുന്ന ഹല്ലേലൂയ 2014 ആയപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ 45ഓളം പേർ കടന്നു വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലമില്ല, വാടക ഭവനത്തിലാണെങ്കിലും 45ഓളം പേർ അന്ന് ആരാധനയ്ക്ക് കൂടി വരുവാനായിട്ട് ഇടയായി. ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, അല്പ സ്ഥലം വാങ്ങാം ആലയത്തിന് വേണ്ടി. ഞങ്ങൾ ഇതുപോലെ ഒത്തിരി പേരോട് പറഞ്ഞു, ചിലരൊക്കെ സഹായിക്കാമെന്ന് വൈദ ചെയ്തു. അപ്രകാരം ഞങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു സ്ഥലമെല്ലാം കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായി. ഹല്ലേലൂയ. ആദ്യമേ എന്റെ ബ്രസ്റ്റിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. പാസ്റ്റർ പറഞ്ഞു, ഒത്തിരി പേരുടെ പ്രാവശ്യം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാം, പക്ഷെ ഞാൻ സാരമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. പക്ഷെ അത് പെട്ടെന്ന് അതെന്റെ ശരീരത്തിൽ അത് വീർത്തിട്ട് എനിക്ക് ശ്വാസം മുട്ടലും വല്ലാത്ത അസ്വസ്ഥതയുമായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ മെഡിസിൻ എടുക്കണ്ട, നമുക്ക് ഒരു ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ ആദ്യം മേമോഗ്രാം ചെയ്യാൻ വിധേയയാക്കി. ഹല്ലേലൂയ. ആ റിസൾട്ട് വരുമ്പോൾ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, മോളെ പ്രോബ്ലം ആണ്, എന്ത് ചെയ്യും? ഹല്ലേലൂയ. പെട്ടെന്ന് അവർ അൾട്രാസൗണ്ടിന് വിധേയമാക്കിയപ്പോൾ എന്റെ ശരീരത്തിൽ അസ്വസ്ഥതകൾ അവർ കണ്ടു. അവർ പറഞ്ഞു ചണ്ഡീഗഡ് ഹോസ്പിറ്റലിൽ പോയി ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ബയോപ്സിക്ക് വിധേയപ്പെടുത്തി. പ്രിയരെ, ഞാൻ പറയട്ടെ, ആ ബയോപ്സിക്ക് വിധേയപ്പെടുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഭവനത്തിൽ വന്നപ്പോൾ വളരെയധികം നിരാശ എന്റെ ജീവിതത്തിൽ. പാസ്റ്റർ പറഞ്ഞു, ധൈര്യപ്പെട്, ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ തന്നെ ചെല്ലുമ്പോൾ പാസ്റ്റർ ആ റിസൾട്ട് എന്റെ കരത്തിൽ തരുന്നുമ്പോ എന്നോട് ഒരു വാക്ക് ആ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞു, നീ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിന് വേണ്ടിയാണ്, ഏത് കഷ്ടം വന്നാലും കരയരുത്, തളരുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. അതിൽ അങ്ങനെ ഡോക്ടറിനെ അകത്ത് വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, മോളെ നിനക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അതും 3ാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് 4ാമത്തെ സ്റ്റേജിന്റെ തുടക്കമാണ്. ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം, അതുപോലെ ഒത്തിരി കീമോ പറഞ്ഞു, റേഡിയേഷൻ പറഞ്ഞു. ഞാനിങ്ങനെ വളരെയധികം വേറെ നിരാശയില്ല. അന്ന് 2 മക്കൾ ഒത്തിരി ചെറുതാണ്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, കർത്താവേ മക്കളുടെ കാര്യം എങ്ങനെ? മറ്റൊന്നിനെ കുറിച്ചും എനിക്ക് നിരാശയില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങനെ ദൈവദാസർ പറഞ്ഞു, ഇല്ല ഞാൻ കരയത്തില്ല. അന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, കരയത്തില്ല, അത് സഹിക്കാനുള്ള ശക്തിയും ദൈവം എനിക്ക് തരുമെന്നുള്ള ഉറപ്പോടുകൂടെ ഭവനത്തിലേക്ക് വന്നു. പക്ഷേ മലയാളി പാസ്റ്റർമാർ പറഞ്ഞു, ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യരുത്, ഇവളെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം. അന്നും ഇതുപോലെ ദൈവം എനിക്ക് ചെയ്ത അത്ഭുതമാ. ഇവിടുന്ന് നാട്ടിൽ പോകാൻ കാശില്ല. ഞങ്ങൾ ദൈവത്തോട് മുഴങ്കാലിന്മേലിരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഒരു ദൈവദാസൻ ഞങ്ങളെ വിളിച്ചു. ഇന്നും ആ ദൈവദാസനെ അറിയത്തില്ല, കണ്ടിട്ടുമില്ല. ആ ദൈവദാസൻ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു,
ഞാൻ ഒരു 15,000 രൂപ നിങ്ങൾ താമസിക്കുന്ന കുറാളി മുത്തൂറ്റിൽ ഇട്ടിട്ടുണ്ട്, ഒരു നമ്പർ തന്നിട്ട് ഇത് മാത്രം അവിടെ കൊടുത്താൽ മതി. എന്റെ ദൈവം എത്ര വലിയവനെന്ന് അന്ന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കി. ഒരു കഷ്ടം നമ്മുടെ ജീവിതത്തിൽ തരികയാണെങ്കിൽ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനൊരു നീക്കുപോക്കും ദൈവം വരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഒരു ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർമാർ പറഞ്ഞു, എന്നോട് ചോദിച്ചു എന്താ ജോലി. ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയിൽ മിഷണറിയാണ്. ഹല്ലേലൂയ. അന്ന് എല്ലാവരും പറഞ്ഞു ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കണം. ഞങ്ങൾ ഒത്തിരി ഇതിനു വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ 3 വട്ടം ദൈവം എനിക്കൊരു ദർശനം തന്നു. എന്നെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതും എന്നെ ഓപ്പറേഷന് വിധേയപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ച ദൈവം എന്നെ 3 വട്ടം കാണിച്ചു. എനിക്ക് മനസ്സിലായി ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒരു ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, തീച്ചൂളയിലൂടെ നീ കടന്നു പോകേണ്ടുന്ന ചില സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. പക്ഷേ പിടിച്ചു നിന്നാൽ കർത്താവ് നിന്നെ കുറാളിയിൽ മാനിക്കുവാനായിട്ടിടയായും. മടങ്ങി വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഇവിടെ എല്ലാം വിട്ടിട്ട് ഞങ്ങൾ ഏകദേശം 1 വർഷത്തോളം ട്രീറ്റ്മെന്റിന് വേണ്ടി നാട്ടിലായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഇങ്ങനെ നോർത്ത് ഇന്ത്യ മിഷണറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സ്റ്റാഫിനെ കാണിച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞു അവരോട് ചെന്ന് സംസാരിക്കാൻ പറഞ്ഞു. പ്രിയരെ, ഞാൻ പറയട്ടെ, ഞങ്ങൾ ഒന്നിനും പുറകെ ഒരു അപേക്ഷയ്ക്കോ ഒരു ഫോം ഫില്ല് ചെയ്യാനോ പോയില്ല. അവിടെ എല്ലാം ഫോം ഫില്ല് ചെയ്ത് ഞങ്ങൾക്ക് ഒരു കാർഡ് നൽകിയിട്ട് പറഞ്ഞു പോയി ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ. ഞങ്ങൾ ആ കമ്പ്യൂട്ടറിൽ അത് ചെക്ക് ചെയ്യുമ്പോൾ ആ കാർഡിൽ 3 ലക്ഷം രൂപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഞാൻ പോകുന്നതിന് മുൻപേ തന്നെ ദൈവം അവിടെ കരുതിയിരുന്നു. എന്റെ സഹോദരൻ പറഞ്ഞു 10 സെന്റ് സ്ഥലമുണ്ട്, അത് വിൽക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ആരും സ്ഥലം വിൽക്കണ്ട. അറിയത്തില്ല, അബ്രഹാം പറഞ്ഞതുപോലെ യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളുമെന്ന് വിശ്വാസത്തോടെ അന്ന് പറഞ്ഞ്. പക്ഷെ ദൈവം എനിക്ക് ഹോസ്പിറ്റലിൽ കരുതിയിരുന്നു. അന്ന് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഇപ്രകാരം പറഞ്ഞു, മോളെ 6 മാസത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ബുക്കിംഗ് ആയിപ്പോയി കഴിഞ്ഞു. ഹല്ലേലൂയ. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി. ഹല്ലേലൂയ. ഞങ്ങൾ വളരെ ഭാരത്തോടെ ഭവനത്തിലേക്ക് വന്ന് 6 മാസമായാൽ ഇത് മൊത്തം സ്പ്രെഡായി മാറും. കാരണം 4ാമത്തെ സ്റ്റേജാ. ഹല്ലേലൂയ. എന്നിട്ട് ഞങ്ങൾ ഇപ്രകാരം ഒരു ബുധനാഴ്ച ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച പോയി ബുധനാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവദാസനും ഞങ്ങളോടൊപ്പമുണ്ട് പ്രാർത്ഥിക്കുവാൻ. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പാസ്റ്റർ ഇപ്രകാരം എന്നോട് ഇങ്ങനെ ദൂത് പറഞ്ഞു, ഒരു രേഖ നിനക്ക് വേണ്ടി ഹോസ്പിറ്റൽ ദൈവം എഴുതി മാറ്റുന്നുണ്ട്, പക്ഷെ ഒരു ഓപ്പറേഷൻ ദൈവം എന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ 2:45 പ്രാർത്ഥിച്ച് എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ ഈ RCC ഹോസ്പിറ്റലിൽ ഒരു ഫോൺ കോൾ വന്നു. അവളെ ഇന്ന് 4 മണിക്ക് ആ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നാളെ രാവിലെ അവളെ ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം കൊണ്ട് എന്റെ ദൈവം പ്രവർത്തിച്ച ആ അത്ഭുത സാക്ഷ്യം ഹല്ലേലൂയ വർണ്ണിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അന്ന് എങ്ങനെയോ 4 മണിയായപ്പോൾ എന്നെ അവിടെ എത്തിച്ചു. ഹല്ലേലൂയ. അന്ന് രാത്രി ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കായി മാറി. ഹല്ലേലൂയ. ഹസ്ബൻഡിനെയോ മാതാവിനെയോ ആരെയും അതിനകത്ത് കയറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ അന്ന് രാത്രിയിൽ ഞാനും ദൈവവുമായി സംസാരിക്കാൻ ഇടയായി. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ചിലപ്പോൾ മരുഭൂമിയിൽ കൂടെ നാം കടന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. മറ്റൊന്നിനുമല്ല, കരുതുന്ന ഒരു ദൈവമുണ്ടെന്നറിയാൻ, നമ്മോട് കൃത്യമായി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നറിയാൻ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് നാം കടന്നു പോകേണ്ടി വരും. അന്ന് രാത്രി ഞാൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു വചനമായിരുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്നെ മുക്കിക്കളകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഹല്ലേലൂയ. ആ വചനം എന്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ അറിയത്തില്ല, ഞാൻ ആ ഹോസ്പിറ്റലിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അന്ന് വരെ ധൈര്യമില്ലാതിരുന്ന ഞാൻ ഹല്ലേലൂയ എനിക്ക് അറിയത്തില്ല, അന്ന് എനിക്ക് എന്തോ ഒരു ശക്തി എന്നിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്ത് കഷ്ടം നൽകിയാലും ഞാൻ സഹിക്കാം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടം സഹിച്ചല്ലോ. പിറ്റേന്ന് രാവിലെ എന്നെ ഓപ്പറേഷന് വേണ്ടി കയറ്റുമ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഭയമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. ഇന്നും ആ ഡോക്ടർമാർ പറയും, ചിരിച്ചുകൊണ്ട് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി കടന്നു വന്ന ഒരു കുഞ്ഞിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. സന്തോഷത്തോടുകൂടെ
ഞാൻ കയറി ചെന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, എന്റെ ഓപ്പറേഷൻ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരണു പോലും സ്പ്രെഡ് ആയിട്ടില്ല. എന്റെ കർത്താവിന്റെ ദയ അവിടെയും ഉണ്ടായിരുന്നു. എന്റെ അവയവം കുറയ്ക്കാൻ ദൈവം സമ്മതിച്ചില്ല. ഹല്ലേലൂയ. ആ മുഴയെടുത്തു മാറ്റി. അതുപോലെ മറ്റ് എന്റെ ശരീരത്തിലെ ലിംഫിന്റെ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോഴും വലത്തെ കയ്യിൽ 1 കിലോ വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. ഡോക്ടർ ഇപ്രകാരമാണ് എന്നോട് പറഞ്ഞത്: 10 മിനിറ്റ് ജോലി ചെയ്താൽ 1 മണിക്കൂർ വിശ്രമിക്കണം. പക്ഷെ ഞാൻ ഇപ്പോൾ മണിക്കൂറുകൾ ജോലി ചെയ്താലും എനിക്ക് യാതൊരു വിധമാകുന്ന കരത്തിൽ അസ്വസ്ഥതയുമില്ല. എന്റെ ദൈവം അങ്ങനെ എന്നെ ഇന്ന് വരെയും നടത്തി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു 6 കീമോ ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ കീമോയ്ക്ക് എന്നെ വിധേയപ്പെടുത്തി. രണ്ടാമത്തെ കീമോയ്ക്ക് സമയമായപ്പോ തന്നെ എന്റെ മുടി മൊത്തം പോയി, മൊട്ടയായി മാറി ഞാൻ. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യക്ക് പോയവർ, കൂടെ ഇരുന്ന് ആരാധിച്ചവർ പോലും എന്നെ നിന്ദിച്ച അവസ്ഥകളുണ്ട്. പക്ഷെ ഞാൻ 2 സ്കാർഫ് തലയിൽ കെട്ടും. കാരണം എനിക്ക് മുടിയില്ലെന്ന് ആരും അറിയാതിരിക്കാൻ. ഞാൻ ഒത്തിരി നിരാശയിലൂടെ കടന്നുപോയി. പ്രിയരെ പറയട്ടെ, 3ാമത്തെ കീമോയിൽ ഹല്ലേലൂയ കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ ഏകദേശം 13-14 ദിവസം ഛർദില, വെള്ളം കുടിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. അല്പ ദിവസം 7-8 ദിവസം ആഹാരം കഴിച്ച് അല്പ ബലപ്പെടുമ്പോൾ അടുത്ത കീമോ വരും. അങ്ങനെ കീമോയിൽ വളരെയധികം ഞാൻ അസ്വസ്ഥതയായി. പ്ലേറ്റഡ് കുറയും, ബ്ലഡ് കുറഞ്ഞു. അങ്ങനെ വല്ലാത്ത അസ്വസ്ഥയും. 3ാമത്തെ കീമോ കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വിശ്രമിക്കുന്ന സമയം ഹസ്ബൻഡ് എന്നെ വിട്ടിട്ട് പഞ്ചാബിലേക്ക് വന്നു. ഒരു 5 മണി സമയമായപ്പോൾ എന്റെ മനസ്സിൽ ആരോ പറയുന്നു, നീ ഇന്ന് മരിച്ചു പോകും. ഞാൻ അതിന് എതിരായി വാക്യം പറയുന്നു, ഇല്ല, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. പക്ഷേ അറിയത്തില്ല, ഒരു 5 മണി കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നിട്ട് ഞാൻ അമ്മയോട് ഒരു വാക്ക് പറഞ്ഞു, അമ്മ, എനിക്ക് ക്ഷീണം തോന്നുന്നു, ഞാനൊന്ന് കിടക്കട്ടെ. ആ കിടന്നത് മാത്രമേ എനിക്കറിയാവൂ. ഏകദേശം 1.5 മണിക്കൂറോളം ജീവൻ ശരീരത്തിൽ നിന്ന് നഷ്ടമായി. എല്ലാവരും കടന്നു വന്ന് കരമൊക്കെ പിടിച്ചപ്പോൾ അവർ പിന്നെ പറയുന്നു, തണുത്ത് എന്റെ ശരീരം നല്ല തണുപ്പായി മാറി. അന്ന് ഹല്ലേലൂയ വന്ന ദൈവദാസന്മാരോട് ദൈവാത്മാവ് പറഞ്ഞു, മുഴങ്കാലിന്മേൽ നിൽക്കാൻ. ഹല്ലേലൂയ. അവർ മുഴങ്കാലിന്മേൽ നിന്ന് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവെ, 2 കുഞ്ഞു പൈതങ്ങൾ, ഇവൾ അങ്ങയുടെ വേല ഇനിയും ചെയ്യേണ്ടതുണ്ട്. ഇവളുടെ ജീവനെ മടക്കി കൊടുക്കണമേ. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എന്റെ ചുറ്റിലും ദൈവദാസന്മാർ മുഴങ്കാലിന്മേൽ നിൽക്കുന്നു. അവർ വാവിട്ട് നിലവിളിക്കുന്നു. എന്റെ മാതാവിന്റെ നിലവിളി, ഹല്ലേലൂയ, എനിക്കറിയത്തില്ല. അവരുടെ നിലവിളി കേട്ട് ഹല്ലേലൂയ ഞാൻ ഉണരുവാനായിട്ട് ഇടയായി. എന്റെ 2 മക്കളും ഇടതും പലതും ഇരിപ്പുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉമ്മ വയ്ക്കും, അവർ മാറും. അങ്ങനെ മൂത്ത പേദൽ അല്പം അറിയാറായി, 7 വയസ്സായി. അവൻ പറയുന്നു, എന്റെ അമ്മ മരിച്ചുപോയി. അവൻ അതിന്റെ സീരിയസ് അറിയത്തില്ല. ഹല്ലേലൂയ. അവൻ വിളിച്ചിട്ട് വിളി കേൾക്കാത്ത കാരണം അവൻ ഈ വാക്ക് ഉച്ചരിച്ചു കൊണ്ടിരുന്നു. അല്ലെ പ്രിയരെ പറയട്ടെ, എന്റെ ഭവനക്കാർ, ബന്ധുക്കൾ എല്ലാം വന്നു ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ മുൻപിൽ ദൈവം ജീവിക്കുന്ന ഒരു സാക്ഷിയാക്കി എന്നെ നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടെ ഇരുന്ന് ആരാധിച്ചവർ പറഞ്ഞു, 6 മാസം ഇവൾ ജീവിക്കത്തില്ല. ഹല്ലേലൂയ. അപ്രകാരം പറയുവാനായിട്ടിടയായി. പ്രിയരെ, ഞാൻ പറയട്ടെ, ഇന്ന് 10 വർഷമാകുന്നു എന്റെ ദൈവം എന്നെ ജയോത്സവമായി ഈ ദേശത്ത് നിലനിർത്തിയിരിക്കുന്നു. അതിനുശേഷം 30 റേഡിയേഷൻ എന്റെ ശരീരത്തിൽ ചെയ്തു. ആ റേഡിയേഷൻ ചെയ്യുമ്പോഴെല്ലാം വല്ലാതെ ഞാൻ അസ്വസ്ഥതപ്പെടും. എനിക്ക് ഡ്രസ്സ് ധരിക്കാൻ കഴിയത്തില്ല. ഇത് മൊത്തത്തിൽ ഹല്ലേലൂയ പൊള്ളിയിട്ട് വല്ലാത്ത അസ്വസ്ഥത. ഹല്ലേലൂയ. അന്നെല്ലാം ഞാൻ ദൈവത്തോട് ഹല്ലേലൂയ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഹോസ്പിറ്റലിനകത്തൊക്കെ നിലവിളിച്ച അനുഭവങ്ങളുണ്ട്. അവിടെയെല്ലാം എന്റെ യേശു എനിക്ക് ദർശനം തരും. എന്റെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ക്രൂശിൽ നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതകൾ. അപ്പോഴെല്ലാം എന്റെ മനസ്സിൽ പറയും, ഓ, ഈ ചെറിയ വേദന സാരമില്ല, ദൈവം നമുക്ക് വേണ്ടി എന്തുമാത്രം സഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെയും ദൈവം എന്നെ ബലപ്പെടുത്തുവാനായിട്ടിടയായി. അന്ന് ഡോക്ടർമാർ പറഞ്ഞു, ഇനി തിരിച്ച് നീ നോർത്ത് ഇന്ത്യക്ക് പോകരുത്. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ ചൂടടിക്കാൻ കഴിയത്തില്ല. കാരണം റേഡിയേഷനും കീമോതെറാപ്പിയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ സൂപ്രണ്ടായിരിക്കുന്ന കർത്താവിന്റെ ദാസനും പറഞ്ഞു, കേരളത്തിൽ നല്ലൊരു ചർച്ച് തരാം, നീ പോകണ്ട ഇനി നോർത്ത് ഇന്ത്യക്ക്. അന്ന് ഞാൻ ദൈവദാസനോട് പറഞ്ഞു, ഇല്ല പാസ്റ്റേ, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ ഒത്തിരി പേർ ഹല്ലേലൂയ ഈ ദേശത്തുണ്ട്. അവരുടെ മുമ്പിൽ എനിക്കൊരു സാക്ഷിയായി നിൽക്കണം. അങ്ങനെ ഹല്ലേലൂയ 30 റേഡിയേഷൻ കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾ ഈ ദേശത്തേക്ക് മടങ്ങി വന്നു. ദൈവത്തിന്റെ കൃപയാൽ.
എന്റെ ഒരു കഴിവുമല്ല. ഞാൻ ഇന്നും ജീവിക്കുന്നത് എന്റെ യേശുവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു സെക്കൻഡ് ജീവിക്കുന്നെങ്കിൽ അത് എന്റെ യേശുവിന്റെ കരുണയാ. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ ദൈവം ഞങ്ങളെ ബലപ്പെടുത്താൻ തുടങ്ങി. ഞങ്ങൾക്ക് ദൈവം വാഗ്ദത്തം തന്നിരുന്നു, ഈ ദേശത്ത് നിന്നെ അവകാശികളാക്കും. പക്ഷെ മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്റെ കർത്താവ് ഞങ്ങളെ മടക്കി വരുത്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെയും നിർത്തി. ഞങ്ങൾ കൊറോണ സമയത്ത് ഞങ്ങൾ 4 പേരും കൊറോണ ബാധിതരായി. അന്ന് എല്ലാവരും പറഞ്ഞു, ഇനി റീത്തയെ ഇനി കിട്ടത്തില്ല, എന്നെ ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആക്കത്തില്ല, അത്രയും ഞാൻ സീരിയസ് ആയി തീർന്നു. അന്ന് ആ സമയം കർത്താവിന്റെ ദാസനാണെങ്കിൽ കൊറോണയോട് കൂടെ തന്നെ ന്യൂമോണിയയും ബാധിച്ചു. താൻ ഒറ്റയ്ക്ക് ആംബുലൻസിലൊക്കെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഞാൻ വാവിട്ട് നിലവിളിച്ചു. കുഞ്ഞുങ്ങൾ 2 പേരും ഒറ്റയ്ക്ക് ഭവനത്തിലും, ഞാനും എന്റെ ഹല്ലേലൂയ ഹസ്ബൻഡും ഹോസ്പിറ്റലിൽ. എന്റെ 2 കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ആശുപത്രിയിലും കരഞ്ഞു. പക്ഷെ എനിക്കറിയത്തില്ല, ഞങ്ങൾ വളർന്നു വന്ന കഷ്ടം കണ്ടിട്ടാകാം ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളോടൊപ്പം നിൽക്കും എല്ലാത്തിനും. അവർ ഫോൺ വിളിച്ച് പറയും, അമ്മയെ വിഷമിക്കണ്ട, ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പവുമില്ല. പക്ഷെ അവർക്ക് ഞാൻ ഛർദിൽ തീർന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഭവനത്തിൽ പോകണം. ഹല്ലേലൂയ. ഞാൻ ഭവനത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ അവർ സന്തോഷത്തോടെ, പക്ഷെ അവർക്ക് ഒരു റൊട്ടി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഞാൻ ഇഴഞ്ഞ് കിച്ചണിൽ പോയ ദിവസങ്ങളുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. അവിടെയും ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവം. കൊറോണ ആയത് കാരണം ആരും ഹല്ലേലൂയ വരത്തില്ല ഭവനത്തിൽ. പക്ഷേ ഹല്ലേലൂയ കർത്താവിന്റെ ദാസി ആദ്യം പരിചയപ്പെടുത്ത സജി പാസ്റ്റർ ഉണ്ട്. ആ കർത്താവിന്റെ ദാസന്റെ കുടുംബം ഞങ്ങൾക്ക് ആഹാരം കൊണ്ടുതരും. ഗേറ്റിനരികിൽ വച്ചിട്ട് അവർ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ അവരെ നന്ദിയോടുകൂടെ ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒത്തിരി സഹായങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെയും പട്ടിണിയുടെയും വക്കിലായിരുന്നിട്ടും ദൈവം ഞങ്ങളെ കരം വിട്ടില്ല. ഈ ദേശത്ത് ഹല്ലേലൂയ എല്ലാവർക്കും അറിയാം, 6 മാസം ചൂടും അതിനുശേഷം തണുപ്പുക. ഞങ്ങൾക്ക് ഒരു നല്ല തണുപ്പിന്റെ ഡ്രസ് ഇല്ലാതെ ഞങ്ങൾ ഒത്തിരി കണ്ണുനീര് നിലവിളിച്ച അവസരങ്ങൾ ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങൾക്ക് ബെഡില്ലായിരുന്നു കിടക്കാൻ. പക്ഷെ ദൈവം ഇന്ന് ഞങ്ങൾക്ക് എല്ലാം നൽകി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണ എത്ര പറഞ്ഞാലും മതി വരത്തില്ല. പലവട്ടം ഞങ്ങൾ ആഹാരമില്ലാതിരുന്ന സ്ഥാനത്ത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അല്ലെങ്കിൽ ഒരു സൺഡേയിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ മക്കളോട് പറഞ്ഞു, ഇന്ന് നമുക്ക് ചോറ് മാത്രമേ ഉള്ളൂ, കറിയൊന്നുമില്ല കേട്ടോ. ഉള്ള അരി അന്ന് ഞാൻ ചോറ് വെച്ചു. പക്ഷെ പ്രിയരെ പറയട്ടെ, ഞങ്ങൾ ഇങ്ങനെ ആരാധന എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ അടുത്തുള്ള ഒരു അയൽവാസി, അവർ സിക്കുകാരാ, ഞങ്ങൾക്ക് ഒരു പാത്രം നിറച്ച് ചിക്കൻ കറിയുമായി അവർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. അതിലെ ഏലിയാവിന്റെ കാലത്ത് മാത്രമല്ല കേട്ടോ, ഇന്നും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇങ്ങനെ ഒത്തിരി പേരിലൂടെ അല്ലെങ്കിൽ അനേക ഹിന്ദുക്കളിലൂടെ ദൈവം ഞങ്ങളെ ഹല്ലേലൂയ വഴി നടത്തി. എല്ലായിടത്തും ദൈവത്തിന്റെ നാമം മഹത്വമായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ പലപ്പോഴും ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നുപോയി. ഒരു പ്രാവശ്യം ചിക്കൻ ബോക്സ് വന്നപ്പോൾ 4 പേർക്കും ഒരുമിച്ചായിരുന്നു. അന്ന് ദൈവദാസനെ ലഭിക്കത്തില്ല എന്ന് വരെ ഡോക്ടർ പറഞ്ഞു. അത്രത്തോളം തന്റെ ശരീരം പൊട്ടി ഒലിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഞങ്ങളെ ഈ ദേശത്ത് അവകാശികളാക്കാമെന്ന് ദൈവം വാഗ്ദത്തം തന്നിരുന്നു. അതേ പ്രിയ ദൈവമക്കളെ, അതിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി ചർച്ചിന് വേണ്ടി 1500 സ്ക്വയർ ഫീറ്റ് ഒരു സ്ഥലം വാങ്ങാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തം നമ്മൾ മറന്നുപോയാലും എന്റെ ദൈവം നമ്മെ മറന്നു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ നമ്മെ കൈവിടുന്ന ദൈവവുമല്ല. പലപ്പോഴും സുവിശേഷ പ്രതികളുമായി പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കാലത്ത് നിന്ന് ട്രാക്ടറൊക്കെ പിടിച്ച് കീറിക്കളയുന്ന അനുഭവം ഉണ്ടായി. ഒരു പ്രാവശ്യം ദൈവദാസിനെ പിടിച്ചുകൊണ്ടുപോയി അടിക്കാൻ ഒത്തിരി പേർ പറഞ്ഞു, ഇദ്ദേഹത്തെ അടിക്കുക. പക്ഷെ അവരുടെ ആരുടെയും കരം ഉയരുന്നില്ല അടിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ ഒരുവന്റെയും കരം ദൈവമക്കളുടെ നേരെ ഉയരത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കുന്നത് വരെ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനവധി പ്രതികൂലങ്ങളിലൂടെ കടന്നു. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവം ദേശത്ത് അവകാശികളാക്കുമെന്നുള്ള പറഞ്ഞ ആ വാഗ്ദത്തം മുറുകെ പിടിച്ചു നിന്നതുകൊണ്ട് ദൈവം ഈ ദേശത്ത് ഞങ്ങളെ ഇന്നും നിലനിർത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ഹല്ലേലൂയ ആരാധനാലയം പണി, അതിനുള്ള പ്രാർത്ഥനയാൽ
നിൽക്കുന്നവരാണ് ഞങ്ങൾ ഇപ്പോൾ. അല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നു വരെ നടത്തിയ ദൈവം ഞങ്ങളെ ഇനിയും നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ 2024 വരെ, ഈ സമയം വരെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു എങ്കിൽ, അനവധി അനർത്ഥങ്ങൾ, അനവധി കഷ്ടതകളിലൂടെ കടന്നുപോയി എങ്കിലും ദൈവം ഇന്ന് വരെയും മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. പിശാചി വിചാരിച്ചു ഞങ്ങളെ തകർത്ത് കളയാമെന്ന്. ഹല്ലേലൂയ. ഞങ്ങൾ വാടക ഭവനത്തിലാണ് ആരാധന നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഒരു 3 നിലയുടെ ആ കെട്ടിടത്തിലാണ്. ആരാധനയ്ക്ക് ജനത്തിന് വരാനും പോകാൻ വളരെ ബുദ്ധിമുട്ടാ, ഇത്രയും മേളിൽ കയറി വരാൻ. എങ്കിലും പലരും കടന്നു വരുന്നില്ല. എങ്കിലും ഇന്ന് ദൈവകൃപയാൽ 10-35ഓളം പേർ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല, ആദ്യം നിന്ന് എല്ലാവരും മാറിപ്പോയി. ഞങ്ങൾ ഒരു വർഷം നാട്ടിൽ പോയപ്പോൾ, പിന്നെ ഞങ്ങൾ 2015 വീണ്ടും ഞങ്ങൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വർക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഇന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. പ്രിയരെ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചില കഷ്ടങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കാം, ചിലരുടെ വേദനകൾ നമുക്ക് അറിയാനായിരിക്കാം, ചില ക്യാൻസർ പേഷ്യന്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം അവസരം നൽകി. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, കർത്താവ് നമുക്ക് ജീവിതത്തിൽ കഷ്ടം തരുന്നത് അവരുടെ വേദന എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി പ്രാർത്ഥിക്കാനാ. അതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിച്ചവർക്കൊക്കെ ദൈവം വിടുതലും നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, ഒത്തിരി അനുഭവങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ദൈവം നടത്തി. ഒരു പ്രാവശ്യം ഞങ്ങളെ ഈ ലോകത്തു നിന്നും മാറ്റിക്കളയുവാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ഞങ്ങളെ ഒരു കേസിൽ അകപ്പെടുത്താൻ. ഹല്ലേലൂയ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി പുള്ളി വെച്ച കെണിയിൽ ആ പുള്ളിക്കാരൻ അകപ്പെടുവാനായിട്ട് ഇടയായി. 3 മാസം പുള്ളി ജോലിക്ക് പോകാതെ തന്റെ ഭവനത്തിൽ ഒളിച്ചിരുന്ന അനുഭവം ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. ദൈവം നൽകിയ ആലോചനയൊക്കെ അവരോട് പറഞ്ഞു. പക്ഷേ ഹല്ലേലൂയ, ഞങ്ങൾ ഇപ്രകാരം ഒരു കൺവെൻഷൻ വെച്ചപ്പോൾ ആ വ്യക്തി ഞങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റു. ഒത്തിരി ഭവനങ്ങളിൽ പോയി അവർ ഞങ്ങൾക്ക് വിരോധമായി സംസാരിച്ചു. എന്നാൽ പ്രിയരെ പറയട്ടെ, ഞങ്ങളെ ഈ ഭൂമിയിൽ വെച്ചേക്കത്തില്ല എന്ന് ഹല്ലേലൂയ അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിലില്ല. ദൈവം മാനസാന്തരപ്പെടാൻ ഒത്തിരി അവസരം കൊടുത്തു. 1 വർഷത്തോളം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ആ പുള്ളിയുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഈ ലോകത്തിൽ നിന്ന് താൻ മാറ്റപ്പെടുവാനായിട്ട് ഇടയായി. പക്ഷേ ദൈവം ഇന്നും ഞങ്ങളെ ജീവനോടുകൂടെ ഈ ദേശത്ത് നിലനിർത്തിയിരിക്കുന്നു. ദൈവം എനിക്ക് നൽകിയ ആ വചനപ്രകാരം, വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. നമ്മെ ഇതിലൊക്കെ ദൈവം കടത്തിവിടുന്നത്, ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് ചിലരുടെ കഷ്ടതകൾ അറിഞ്ഞു പ്രാർത്ഥിക്കാനാ, ചിലരുടെ വേദനകൾ നമ്മൾ മനസ്സിലാക്കാനാ. നമ്മുടെ ജീവിതത്തിൽ അനുഭവമില്ല എങ്കിൽ മറ്റുള്ളവരുടെ അനുഭവം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്റെ അനുഭവത്തോടുകൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആരെങ്കിലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ മനസ്സില്ലാതെ ഹല്ലേലൂയ ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഹല്ലേലൂയ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉള്ളവരാണോ, ദൈവം നമ്മെ എങ്ങനെയും അവിടെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. എന്റെ അനുഭവം അതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നുപോയെങ്കിലും ദൈവം ഇന്നും നിലനിർത്തിയിരിക്കുന്നു. ഇപ്പോഴും എന്റെ ശരീരത്തിൽ ഹല്ലേലൂയ 6 ഗ്രാം 7 ഗ്രാം ബ്ലഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ എങ്കിലും 80 കിലോമീറ്റർ ബൈക്കിൽ യാത്ര ചെയ്യും ഞാൻ ഒരു വില്ലേജിൽ പോകാൻ. ഹല്ലേലൂയ. പ്രിയ ദൈവദാസനോടൊപ്പം ഞാനും പോകും ആ വില്ലേജിലേക്ക്. ദൈവത്തിന്റെ കരുണ ഒന്നു മാത്രം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ ചോദിക്കും, നീ എങ്ങനെ ജീവിക്കുന്നു? എന്നെ കണ്ടാൽ പറയത്തില്ല ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന്. ദൈവം എനിക്ക് നല്ല മുടിയെല്ലാം തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ ഈ 2024 ഈ ഒക്ടോബർ മാസം വരെയും ദൈവം നിലനിർത്തി. മുന്നോട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്ര നാളാണോ ദൈവം തരുന്നത്? എന്റെ ഒരു ആഗ്രഹമാണ്, ഈ കുറാളിയിലാണ് ജീവിതം, ഹല്ലേലൂയ, മരണമെങ്കിൽ അത് എനിക്ക് വളരെ സന്തോഷമാ. അതിന് കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ ഒരു സാക്ഷിയാകാൻ ഇറങ്ങി, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചിറങ്ങി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്റെ മാതാവിന്റെ കണ്ണുനീർ ഇതിന്റെ പിന്നിലുണ്ട്. എന്റെ മാതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനയാലെ അവരുടെ മുമ്പിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ചെറിയ കഷ്ടങ്ങളോ രോഗങ്ങളോ വേദനകളോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം ദൈവത്തെ തള്ളിക്കളയരുത്, ദൈവത്തെ ഉപേക്ഷിക്കരുത്. അവൻ നമ്മുടെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് നാം കുലുങ്ങിപ്പോകയില്ല. ഹല്ലേലൂയ. ഈ അനുഭവം ചിലരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ചിലർക്ക് ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ചിലർക്ക് ധൈര്യമേകട്ടെ എന്നും ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ സാക്ഷ്യം ശ്രവിച്ച, എന്നെ ഈ സാക്ഷ്യ കൂടാരത്തിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസിയോടും എന്റെ ദൈവത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമയം ദൈവസന്നിധി താണിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്ത് എനിക്ക് പറയണമെന്നറിയില്ല. ഇത്രയും അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം എനിക്ക് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇരുന്ന് കരയായിരുന്നു. ദൈവം വിടിവിച്ച വിധങ്ങൾ. ആ മോന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഫസ്റ്റിലെ ഓരോ അനുഭവങ്ങൾ ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് പലതും ഞാൻ ഇങ്ങനെ തട്ടിച്ചു നോക്കിയായിരുന്നു. മൂത്ത മോന്റെ കാര്യം പറഞ്ഞ എൻ്റെ ഇളയ പൈതലിനെ ഇതുപോലെ മെഡിക്കൽ കോളേജിൽ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോ ഒരു പെൺകുട്ടിയെ കിട്ടിയതാ. മോള് 3 മാസം വയറ്റിൽ മോനെ എൻ്റെ വയറ്റിൽ 3 മാസം ഞാന് പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ വിശ്വാസത്താല് എൻ്റെ മൂത്ത മോൾ ഇട്ട പേരാണ്, മോന്റെ പേര് ക്രിസ്റ്റോ എന്നിട്ട പേര്. അപ്പം 3 മാസം ഉള്ളിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ മോന് ക്രിസ്റ്റോ എന്ന് പേരിട്ടു. ഡെലിവറി കഴിഞ്ഞു, കുട്ടിയെ ആരോ മാറി എടുത്തോണ്ട് പോയി. അവിടെ പെൺകുട്ടികളായിരുന്നു ആ സമയത്ത് ഡെലിവറി നടന്നു മുഴുവൻ. എനിക്ക് തോന്നുന്നു ഒരു 10-30 ഡെലിവറി അന്ന് അവിടെ നടന്നു. അതില് എൻ്റെ മോനെ മാത്രമേ ഉള്ളൂ. അപ്പൊ എൻ്റെ ചേച്ചി ഓടി നടന്നു. ഞാനിപ്പോ അത് ഓർക്കുകയായിരുന്നു. നമ്മൾ പലതും മറന്നു പോകുന്ന സാഹചര്യങ്ങളില് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് ഈ കാര്യം ഓടി വന്നത്. അന്ന് എൻ്റെ കുഞ്ഞിനെ മാറിപ്പോകേണ്ട സ്ഥാനത്ത് എന്നെ വയറ്റിലിട്ടപ്പോ തന്നെ കുഞ്ഞിന് പേരിട്ട നമ്മള് ആൺകുട്ടിയാണെന്നറിയാം. സ്കാനിങ്ങിലൊന്നും അല്ല എങ്കിലും ഡെലിവറി കഴിഞ്ഞപ്പോഴും ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ കൈ കിട്ടിയത് പെൺകുട്ടി. എൻ്റെ ചേച്ചി വളരെ വിഷമിച്ചു. അവസാനം എവിടുന്നോ ഓടി നടന്നാണ് അവള് എൻ്റെ മോനെ കൊണ്ട് വന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾക്കൊക്കെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കുവാൻ ശത്രു പോർ വിളിക്കും. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ മോളെ എനിക്ക് തന്ന് ആ കുട്ടിയെയും ഉദരത്തിലിട്ട് നശിപ്പിക്കുവാൻ വണ്ടി ആക്സിഡന്റ് ഉണ്ടായി. അവളെ മരിച്ച കുട്ടിയായിരുന്നു. പക്ഷെ ജീവനോടെ കർത്താവ് അവളെ മടക്കി തന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് സാക്ഷ്യം പറഞ്ഞാൽ. കൃപയാൽ നമുക്കൊക്കെ വാഗ്ദത്തം പറഞ്ഞ ദൈവം മാറാത്തവനാ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ഉള്ളവരാണ്. എൻ്റെ മോനും ഇതുപോലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താ സ്കൂളിൽ നിന്നും ഇതുപോലെ അവനെ അന്ന് ഞങ്ങൾ കൊണ്ടുവിട്ടു പോരുക. വാൻ ഒരു ദിവസം ഇല്ല, പാസ്റ്റർ ഇല്ല. അന്ന് ഈ പറഞ്ഞതുപോലെ വാനയിലെ കയറിയിട്ട് കുട്ടി വീട്ടിലേക്ക് വന്ന വരവില് വാൻകാര് വഴി അറിയാമല്ലാതെ അവനെ ഒരിടത്ത് ഇറക്കി വിട്ടു. ഈ കുഞ്ഞിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുക. അന്നൊക്കെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഞാൻ ഓർക്കും. ദൈവം നടത്തുന്ന വിധങ്ങൾ ഇതിനൊന്നും പലപ്പോഴും വലിയ ഗൗരവങ്ങളൊന്നും എടുക്കാറില്ലെങ്കിലും ഇതൊക്കെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ എത്ര വലിയവ ചെയ്തു. മാത്രമല്ല രോഗങ്ങളുടെ പട്ടികകൾ പറഞ്ഞപ്പോഴും ജീവിതത്തിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ പറഞ്ഞ ഒരു വാചകം സത്യമാണ്. നമ്മൾക്ക് വേദന ഉണ്ടായെങ്കിൽ, നമുക്ക് പ്രയാസമുണ്ടായെങ്കിൽ, നമുക്ക് ദുഃഖമുണ്ടായെങ്കിൽ മാത്രമേ മറ്റൊരാളുടെ ദുഃഖവും പ്രയാസവും വേദനയും തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. വിശപ്പുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളുടെ വിശപ്പിനെ തിരിച്ചറിയാൻ കഴിയും, അവർക്ക് ആഹാരം കൊടുക്കുകയുള്ളൂ. ഇതേപോലെ നമ്മളെയൊക്കെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരയുവാനുമാക്കി കർത്താവ് വെച്ചേക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം ഇതൊന്നും അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നത്. ഞാൻ കുറച്ചു മുൻപേ നമ്മുടെ ഈ ടെസ്റ്റിമണി നമ്മുടെ ഈ മീറ്റിങ്ങിന് കയറുന്നതിന് കുറച്ചു മുൻപേ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ, ഒരു കഥയിലൂടെ എന്നോട് ഇങ്ങനെ ഇടപെടാൻ തക്കവണ്ണം ഇടയായി. ഒരു പെൻസിൽ നിർമ്മിക്കുന്ന അതിന്റെ ഉടമസ്ഥൻ, പെൻസിൽ കമ്പനി നടത്തുന്ന ഒരു ഉടമസ്ഥനാ. അദ്ദേഹം ഈ പെൻസിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇത് വിൽക്കാൻ പോകുന്നതിന് മുൻപേ ഈ പെൻസിലിനെ ഒന്നിനെ കയ്യിലെടുത്തിട്ട് പറയും, നിനക്ക് വിട പറയുന്നു. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ ഇവിടെ ഇരുന്നത് സേഫ്റ്റി ആയിട്ടാണ്. പക്ഷെ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. പക്ഷെ നീ ഇപ്പം മറ്റൊരാളുടെ കയ്യിലേക്ക് ചെല്ലാൻ പോവുകയാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്തോണം, നിനക്ക് ഈ പെൻസിൽ നിന്നെ കൊണ്ട് അനേകർക്ക് പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിന്നെ അവർ എന്ത് ചെയ്യും? വെട്ടും. നിന്റെ നല്ല ബ്ലേഡ് ഇട്ട് മൂർച്ചേറിയ കത്തിയിട്ട് അവർ നിന്നെ മുറിക്കും. മാത്രമല്ല
അതിന് ഏറെ ഷാർപ്പ്നെസ് ഉണ്ടാക്കും. എങ്കിലേ നിന്നെ കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇല്ല, നീ അത് ബോക്സിലോ ഒരു ഷോക്കേസിലോ ഒക്കെ മാത്രം ഇരുന്നാൽ ആർക്കും പ്രയോജനം ഉണ്ടാകത്തില്ല. നിനക്ക് ആ ബ്ലേഡ് ഇട്ടോ കത്തിയിട്ടോ നിന്നെ ചെത്തി മുറിക്കുമ്പോൾ നിനക്ക് വല്ലാതെ വേദനിക്കും. അപ്പോൾ നീ പറയും, അയ്യോ എന്റെ ഉടമസ്ഥന്റെ കയ്യിലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ വേദനയൊന്നും അനുഭവിക്കണ്ടായിരുന്നല്ലോ. പക്ഷേ നീ അപ്പൊ എന്നെ ഓർത്തോണം, നിന്നെ കൊണ്ട് പ്രയോജനപ്പെടുത്തേണ്ടതിനാണ് നിന്നെ വേദനിപ്പിക്കുന്നത്, നിന്നെ മുറിപ്പെടുത്തുന്നത്. ഞാൻ ഒരു ഒരു ചെറിയ കഥ പോലെയാണ് ഞാനത് എൻ്റെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലും എന്നെ ഷാർപ്പാക്കേണ്ടതിന്, അനേകർക്ക് പ്രയോജനപ്പെടുത്തേണ്ടതിന് അനേകായിരം കഷ്ടങ്ങളിലൂടെ കർത്താവ് കടത്തി വിടുക. നിങ്ങൾ ഓരോരുത്തരും ഈ സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വന്ന് ഓരോ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇവയെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ. ചിലപ്പോൾ ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കരഞ്ഞു പോകും. കർത്താവെ, എന്തിനാണ് ഇന്നും കർത്താവിനെ ഉറപ്പിച്ചു. ഇതുകൊണ്ട് അനേകര് വരയ്ക്കാനും എഴുതാനും അനേകർക്ക് പ്രയോജനപ്പെടുവാനുമായിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് വേദനകളും മുറിവുകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ സിസ്റ്ററോട് ഒരു കാര്യം ആത്മാർത്ഥയോടെ പറയട്ടെ, നിന്ദിക്കുന്നവരുടെ മുൻപിൽ, പഴിക്കുന്നവരുടെ മുൻപിൽ നമ്മളെ കർത്താവ് ലജ്ജിപ്പിക്കുകയല്ല, അവിടെ മാനിക്കുകയാണ് ചെയ്തത്. അല്ലേ? മുടിയൊക്കെ കൊഴിഞ്ഞ സ്ഥാനത്ത് 2 സ്കാർഫ് കെട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്റെ കണ്ണിക്കൂടെ അടർന്നുപോയി. നമുക്കല്ലാതെ മുടി കൊഴിയുമ്പോൾ എത്ര ദുഃഖമാ. അപ്പോൾ ഇങ്ങനെ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയിൽ കർത്താവ് അവിടെയൊക്കെയും ഇരട്ടി തന്നു ഇത്ര സുന്ദരിയായിട്ടാ ഇരിക്കുന്നത്. കർത്താവ് എത്രത്തോളം മാനിക്കുന്നു. സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് അധികമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും, കർത്താവിന്റെ ദാസനെയും നിങ്ങളുടെ വേലകളെയും കർത്താവ് മാനിക്കട്ടെ. എനിക്ക് അധികമായിട്ട് ഒന്നും പറയാനില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം എനിക്ക് വാക്കുകളില്ല പറയാൻ. അതുപോലെ കർത്താവ് നടത്തട്ടെ. ഈ സാക്ഷ്യം അനേകരിലെത്തട്ടെ. അനേക തകർന്നിരിക്കുന്ന ഹൃദയങ്ങൾ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ മടിച്ചിരിക്കുന്ന അനേക പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന കാരണം കൊണ്ട് ഞാൻ പോകത്തില്ല, മരിച്ചാൽ മതി, ഇനി പോകത്തില്ല, ഞാൻ വേല ചെയ്യത്തില്ല. പ്രതികൂലമില്ലാത്ത ക്രിസ്തീയ ജീവിതം ഇല്ല. സുവിശേഷ വേല പട്ടമത്തെ അല്ല, കല്ലും മുള്ളും നിറഞ്ഞതാ. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴേ എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, നീ മുള്ളിന്റെ മുകളിലേക്കാ കാല് ചവിട്ടാൻ പോകുന്നത്. ഞാൻ അന്ന് ഒരു പക്കാക്ക് നാനായക്കാരിയാണ്, ബന്ധക്കോസുകാരിയല്ല. കൃപയാൽ പറയട്ടെ, മുള്ളല്ല, അതിലും വലിയ എന്തോ ആന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്നും മുള്ളിന്റെ മുകളിൽ തന്നെയാണ്. കൃപയാൽ ദൈവം നിർത്തുന്നു എന്ന് പറയുവാൻ മാത്രമേ എനിക്കും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ സാക്ഷി കൂടാരത്തിലെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയുവാനുണ്ട്. ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ഇതിനെ ഖണ്ഡിക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവം നടത്തുന്ന വിധങ്ങൾ, ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾ നിങ്ങൾ കേട്ടുവിട്ടു പോകരുത്. ഇത് നിസാരവൽക്കരിക്കരുത്. ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നിങ്ങൾ കണ്ണീരൊഴുക്കുകയും ചെയ്യണം. മാത്രമല്ല, ഇതൊരു വലിയ വേലയാണ്. പിശാചിനോട് മൽപിടുത്തമാണ്. കർത്തദാസന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. കർത്താവിന്റെ ദാസൻ സാക്ഷ്യത്തിന് വരുന്നുണ്ട്. തന്റെ അനുഭവ സാക്ഷ്യങ്ങൾ താനും പങ്കിടും. കൃപയാൽ അവരെ ഇത്രത്തോളം നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിന്റെ ദാസി റീത്ത ജോയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ രാജാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെയും കഷ്ടതയുടെ നെടുച്ചുഴിയിലൂടെ കടന്നുപോയെങ്കിലും എന്റെ നടുവിലൊക്കെയും പിടിച്ചു നിൽപ്പാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൃപ കൊടുത്തല്ലോ. ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, തന്റെ ദാസിയോട് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. ഒന്നിനു മേലൊന്നായിട്ട് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഒരു ചക്രം ചവിട്ടുകാരൻ പറയുന്ന പോലെ ഒരു ചക്രം ചവിട്ടി അതിന് നെഞ്ചിന് നേരെ വരുമ്പോൾ അതിനെ ചക്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്ന് മറ്റുള്ളവരുടെ നിന്ദയ്ക്കും പരിഹാസത്തിനും കാരണമാക്കുമ്പോൾ ദൈവമേ, അവയിൽ നിന്നൊക്കെയും വിടിവിച്ച് ജീവനുള്ള ദൈവം ആരെന്നും തന്റെ പ്രവൃത്തി എന്തെന്നും ജീവിതത്തിലൂടെ വരച്ചു കാണിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. നന്മകളാൽ നിറച്ചനുഗ്രഹിക്കണം തന്റെ ദാസിയെ, തന്റെ കുടുംബത്തെ, തന്റെ വേലകളെ കർത്താവ് അനുഗ്രഹിക്കണമേ, വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. അമവാലിയുടെ പ്രദേശത്ത് അതിശക്തമായി കർത്താവ് പിന്നെയും ഉപയോഗിക്കുവാനായി അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം.
കലവറ കൂടാതെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.